ഇപ്പോൾ ചീഫ് സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അവസാനം ഉണ്ടായിരുന്നതിനേക്കാളും TPR വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പം ഒരു 11% എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു, എല്ലാ ബന്ധപ്പെട്ട ആളുകളെല്ലാം വിളിച്ച്. അപ്പോൾ അതിൻ്റെ തീരുമാനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊരു ചില ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട്. ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റിംഗ് ക്യാമ്പയിനാണ് ഏറ്റവും അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കൂടുമ്പോൾ ടെസ്റ്റിംഗ് വർദ്ധിപ്പിച്ചാലേ ആളുകൾക്കെല്ലാം ഈ കോവിഡ് ബാധിച്ചവർക്ക് അവർക്ക് അതിൻ്റെ ആ ടെസ്റ്റ് നടത്തി പറഞ്ഞാൽ മാത്രമേ അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം, നമ്മൾ ഫ്രൈഡേ സാറ്റർഡേ ആയിട്ട് 2.5 ലക്ഷത്തോളം ആളുകളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ നടത്തുക എന്നുള്ളതാണ്. 2 തൊട്ട് 2.5 ലക്ഷം വരെ ആളുകളെ അതിൻ്റെ സാമ്പിൾ എടുക്കണം. അത് ചില പ്രയോറിറ്റി ആളുകളെ തന്നെ സാമ്പിൾ എടുത്താലേ കൂടുതൽ പ്രയോജനമുള്ളൂ. പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുൻനിര വർക്കേഴ്സ്, 45 വയസ്സിൽ താഴെയുള്ള ആളുകൾ, മുകളിലുള്ള ആളുകൾ കുറേ പേരെ വാക്സിനേറ്റ് ചെയ്തിട്ടുണ്ട്. താഴെയുള്ള ആളുകളാണ് ടെസ്റ്റ് ചെയ്യപ്പെടേണ്ട ആളുകൾ, ഒരു പ്രധാന വിഭാഗം. ആ 45 വയസ്സിൽ താഴെയുള്ള ആളുകളിൽ തന്നെ ഈ മുൻനിര വർക്കേഴ്സായിട്ടുള്ള ആളുകൾ, പബ്ലിക്കുമായിട്ട് ഒത്തിരി കോൺടാക്റ്റിൽ വരുന്ന ആളുകൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ്, അല്ലെങ്കിൽ പിന്നെ ഈ പബ്ലിക്കുമായിട്ട് ഒത്തിരി കോൺടാക്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, ഷോപ്സ്, മറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ഹോട്ടൽസ്, ഇങ്ങനെയൊക്കെയുള്ള തൊഴിൽശാലകളിലെ പൊതു പ്രവർത്തനത്തിൽ ഈ ഹെഡ് ലോഡ് വർക്കേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഒന്ന് മാസീവായിട്ട് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൽ കോവിഡ് ബാധിച്ചവരെ കണ്ടുപിടിച്ച് അവർ ക്വാറൻറ്റൈനിൽ പോയാൽ ഇതിൻ്റെ ഈ വ്യാപനം വളരെയധികം തടയാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചത്. അതോടൊപ്പം തന്നെ പിന്നെ നമുക്കൊരു വാക്സിനേഷൻ ക്യാമ്പയിൻ നടത്തേണ്ടതുണ്ട്. വാക്സിനേഷനിൽ നമ്മൾ വളരെ മുന്നിലെത്തിയിട്ടുണ്ട്. 50 ലക്ഷത്തോളം ആളുകളെ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ഫസ്റ്റ് ഡോസ്. നമുക്ക് കിട്ടിയ വാക്സിനേഷൻ ഡോസുകളിൽ ഇപ്പം 7 ലക്ഷത്തോളം ഡോസ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ശരാശരി 2 ലക്ഷത്തിൽ കൂടുതൽ വരെ ഡോസിൽ എത്താവുന്ന സ്ഥിതിയിലാണ് ഇപ്പം ഉള്ളത് വാക്സിനേഷൻ. അപ്പോൾ അതുകൊണ്ട് ശരിക്ക് വാക്സിനേഷൻ സപ്ലൈ അനുസരിച്ച് നമുക്ക് ഡോസ് കൂട്ടി കൂടുതൽ ഡോസുകൾ കൊടുക്കുന്ന രീതിയിൽ ഇത് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, കേരളം 0 വേസ്റ്റേജിലാണ് വാക്സിനേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല. 0 വേസ്റ്റേജിൽ നമ്മൾ വാക്സിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വാക്സിനേഷനിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിലും പ്രധാനപ്പെട്ട ക്യാമ്പയിനാണ് എൻഫോഴ്സ്മെൻറ്റ് ക്യാമ്പയിൻ. അപ്പോൾ ടെസ്റ്റിംഗ് ക്യാമ്പയിനും വാക്സിനേഷൻ ക്യാമ്പയിൻ്റെ കൂടെ, ടെസ്റ്റിംഗ് ക്യാമ്പയിൻ ഒരു തുടർച്ചയായിട്ടുള്ള ക്യാമ്പയിനാണെങ്കിലും ഒരു ഒറ്റയടിക്ക് ഒത്തിരി പേരെ ടെസ്റ്റ് ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് ഈ 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു 2.5 ലക്ഷം ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ക്യാമ്പയിൻ ഇതുപോലെ തന്നെ കാര്യമായിട്ട് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. വീണ്ടും ഇപ്പോൾ ഇൻഡോറിൽ ആളുകളുടെ എണ്ണം കുറയ്ക്കാൻ 75, ഔട്ട്ഡോറിൽ 150 കുറയ്ക്കുക. പിന്നെ ഇപ്പോൾ ഷോപ്പുകൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ 2 മണിക്കൂർ യോഗങ്ങളെല്ലാം ചുരുക്കുക. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എല്ലാം പ്രവർത്തിക്കണം, പക്ഷേ അതിൻ്റെ പ്രവർത്തന സമയം കുറച്ചുകൂടെ ഒന്ന് പരിമിതപ്പെടുത്താനായിട്ട് ഉള്ള ശ്രമം. പിന്നെ അത്യാവശ്യമായിട്ടുള്ള കാര്യത്തിൽ മാത്രം യോഗങ്ങളൊക്കെ നടത്തുക. പിന്നെ യോഗങ്ങൾ ഓൺലൈനായിട്ട് കഴിയുന്ന നടത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കുറേയൊക്കെ നിയമപ്രകാരം തന്നെ എൻഫോഴ്സ് ചെയ്യേണ്ടതാണ്, സംശയമില്ല. പക്ഷേ ധാരാളം കാര്യങ്ങൾ ആളുകൾ സ്വയം ചെയ്യേണ്ടതാണ്. പല കാര്യങ്ങളും ആളുകൾ സ്വയം തന്നെ അവരെ പ്രതിരോധിക്കാൻ ഒരു മുന്നോട്ട് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ എല്ലാവരും കൂടി ഇതിൽ സഹകരിച്ച് ഒരു ക്യാമ്പയിൻ, ഈ 3 ക്യാമ്പയിനും വളരെ ജനങ്ങളുടെ ഒരു സഹകരണത്തോടെ അല്ലെങ്കിൽ ഒരു പങ്കാളിത്തത്തോടെ വളരെ ഭംഗിയായിട്ട് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കോവിഡിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ത്വരിതഗതിയിൽ കോവിഡിനെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിച്ചേരാൻ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് സഹകരിച്ച് നമുക്ക് തീർച്ചയായിട്ടും അത് നേടാൻ കഴിയുമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയുക, ചർച്ച ചെയ്യുക, ഇതൊക്കെയാണ് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം. ഇതിലെ ഇപ്പോൾ പരീക്ഷയുടെ സമയമാണ്. ഏതാണ്ട് ഇനി മുതലുള്ള പരീക്ഷാ കാലങ്ങളിൽ ഒരു പരീക്ഷ ഒരു ദിവസമുള്ളൂ. ഇതുവരെ 2 പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് കഴിയുന്നതും
ഒരു ഇൻകൺവീനിയൻസ് വരാത്ത രീതിയിലുള്ള ട്രാൻസ്പോർട്ട് സൗകര്യങ്ങളൊക്കെ വേണം. പിന്നെ പല പരീക്ഷകളൊക്കെ പലതും വരാനിരിക്കുന്നുണ്ട്. ചില ഓൾ ഇന്ത്യ പരീക്ഷകൾ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ പരീക്ഷകളെല്ലാം നമുക്ക് നടത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അതേസമയം തന്നെ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് തടസ്സപ്പെടുത്താതെ നടത്തുന്നതിൻ്റെ കൂടെ തന്നെ അത്രയും പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നീട്ടിവെക്കാവുന്ന കാര്യങ്ങളുണ്ട്. പല യോഗങ്ങൾ, പലതരത്തിലുള്ള ചടങ്ങുകൾ, പലതരത്തിലുള്ള ഫങ്ഷൻസ്, ഇതൊക്കെ ആളുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു 2 ആഴ്ച നീട്ടി വെച്ചിട്ട് ഇത് ഈ വ്യാപനം കുറയുന്ന സമയത്ത് നടത്തുന്നതായിരിക്കും നല്ലത്. അതിനൊക്കെ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു അവബോധം ആവശ്യമുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് നടത്തുകയെന്ന് വെച്ചാൽ ഇപ്പോൾ 45 വയസ്സിൽ കൂടുതലുള്ള ആളുകളെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 45 വയസ്സിൽ കൂടുതലുള്ള ആളുകളെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരെല്ലാം ഈ ടെസ്റ്റ് എത്രയും വേഗം എടുക്കാൻ വാക്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് മുന്നോട്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഏതെങ്കിലും ജില്ലകളിൽ അതിൽ പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അതിന് ഒരു വാക്സിൻ ഹെസിറ്റൻസി ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു മനോഭാവം എല്ലാവരിലും സൃഷ്ടിക്കാനായിട്ട് കൂടി നമ്മുടെ ഒരു കൂട്ടായ പ്രവർത്തനം ആവശ്യമുണ്ട്. ചില ജില്ലകളിൽ അങ്ങനെ ചെറുതായിട്ടുള്ള ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. എങ്കിലും എല്ലായിടത്തും നമുക്കത് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണ്. 1,15,00,000 ആളുകളാണ് നമ്മൾ ഈ 45 വയസ്സിൽ കൂടുതലുള്ളത്. അതിലിപ്പോൾ 50 ലക്ഷം ആളുകൾക്ക് ഫസ്റ്റ് ഡോസ് കൊടുത്തു. ഇനി 65 ലക്ഷം ആളുകൾക്ക് കൊടുക്കാനുണ്ട്. അതും എത്രയും വേഗം വാക്സിൻ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ 7 ലക്ഷത്തിൽ പരം ഡോസ് ഇപ്പോൾ കയ്യിലുണ്ട്. ഇനിയും പുതിയത് സമയത്തിന് തരുമെന്നാണ് അവർ ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഏറ്റവും കുറഞ്ഞത് 1 കോടി ഡോസും കൂടി 2 ഡോസ് കൊടുക്കണമല്ലോ. 1 കോടി ഡോസ് കൂടി കൊടുത്തു തീർക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. എത്രയും വേഗം ഈ 1 കോടി ഡോസ് ആളുകൾക്ക് കൊടുത്തു തീർത്താൽ അതിൻ്റേതായ വലിയ ഗുണമുണ്ടാവും. അത് 45 വയസ്സ് കഴിഞ്ഞ ആളുകൾ എന്ന് വെച്ച് 45 വയസ്സിൽ താഴെയുള്ള ആളുകൾ പ്രധാനപ്പെട്ടവരല്ലെന്ന് അർത്ഥമില്ല. കാരണം പലപ്പോഴും ഈ 45 വയസ്സിൽ താഴെയുള്ള ആളുകളാണ് ഇത് ഈ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യുന്നത് കൂടുതൽ. അപ്പം അങ്ങനെ ഉള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ട് അവരെയും കൂടി നമ്മൾ ഇതിൽ ഏറ്റെടുക്കണം. അവരെയും കൂടി ബോധവൽക്കരണം നടത്തണം എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ നടക്കുന്നതായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ നടത്തുമ്പം അതിന് വേണ്ടത്ര കോവിഡ് ഇതിൽ പ്രതിരോധമില്ലാതെ ആളുകളെ ട്യൂഷന് വിധേയമാക്കിയാൽ അതും വലിയ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികളെ ട്യൂഷൻ നടത്തുന്നവരും കോവിഡ് ഇത് പാലിക്കാതെ ട്യൂഷൻ ക്ലാസ്സുകളൊന്നും നടത്താൻ പാടില്ല. അതിനുള്ള നിയന്ത്രണങ്ങൾ എല്ലാവരും പാലിക്കേണ്ടതാണ്. ഷോപ്സ് പ്രത്യേകിച്ചും ഈ ആഹാരം കഴിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ എല്ലാവരും ചേർന്നിരുന്ന് അവിടെയാണ് കൂടുതൽ ബ്രേക്ക് വരുന്നത് ഈ മാസ്കിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കഴിയുന്നതും ടേക്ക് അവേ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഹോം ഡെലിവറി സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചാൽ ഒത്തിരി തിരക്കെല്ലായിടത്തും കുറയും, മാർക്കറ്റുകളിലൊക്കെ പ്രത്യേകിച്ചും. പല കാര്യങ്ങൾക്കും ഓരോ വീടുകളിൽ നിന്നും മാർക്കറ്റ് സന്ദർശനം ഒഴിവാക്കാൻ, കടകളിൽ പോകുന്നതൊക്കെ ഒഴിവാക്കാതെ കടകളെല്ലാം കഴിയുന്നതും കുറേ ഹോം ഡെലിവറി സിസ്റ്റംസ് ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ കോവിഡ് കാലത്തും അത് കഴിഞ്ഞ് ഭാവിയിലും അത്തരം സിസ്റ്റംസ് നമുക്ക് ഉപയോഗപ്രദമായിരിക്കും. ഓരോ പോയിന്റ് ഇൻഫാക്ട് ആഡ് ചെയ്യാനുള്ളത് അത് നമ്മൾ ചർച്ച ചെയ്തു. അത് അടുത്ത 2 ആഴ്ച ഏതെങ്കിലും ഈവെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഓർഗനൈസർ ആ ഈവെൻറ്റിൻ്റെ ഇൻഫർമേഷൻ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻക്ക് തരണം. അതിൽ പെർമിഷൻ അല്ല, പക്ഷേ ഇൻഫർമേഷൻ തരണം. അപ്പോൾ ഇൻഫർമേഷൻ തന്നാൽ അവിടെ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അത് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങൾ സാർ കവർ ചെയ്തിട്ടുള്ളൂ. വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഉച്ചയോടുകൂടി വാക്സിനേഷൻ നിർത്തിയിട്ടുണ്ട്. അവിടെ പോകുന്ന ആളുകളോട് എല്ലാവരോടും വാക്സിൻ അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിമ്മി ജോർജിൽ ഉൾപ്പെടെ ഇന്ന് വാക്സിനേഷൻ നടന്നിട്ടില്ല. അപ്പോൾ ഇത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? എത്ര പെട്ടെന്ന് ഇവിടെയൊക്കെ വാക്സിൻ ലഭ്യമാക്കാൻ പറ്റും? ഇപ്പോൾ വാക്സിനിൻ്റെ നമുക്ക് കയ്യിൽ ഇപ്പോൾ 7 ലക്ഷം ഡോസേജസ് ഉണ്ട്. അപ്പോൾ ആ 7 ലക്ഷം ഡോസേജിൻ്റെ വിതരണം നമ്മൾ എല്ലാ വാക്സിൻ സെൻറ്ററിൽ ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആരോഗ്യ വകുപ്പിൻ്റെ മിനിസ്ട്രീൻ്റെ സെക്രട്ടറി എന്നോട് സംസാരിച്ചു. ഇന്ന് വീണ്ടും 2 ലക്ഷം ഡോസേജ് കോവിഷീൽഡിൻ്റെ നമുക്ക് കിട്ടും. പിന്നെ അടുത്ത ബാച്ച് നമുക്ക് 15-16 തീയതി അത് കിട്ടുമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
ಸೊ ಗೌರ್ಮೆಂಟ್ ಆಫ್ ಇಂಡಿಯಾ ಪರಿಯನ್ನು ಅದಲ್ಲಿ നിങ്ങളതിൽ കയ്യിലുള്ള വാക്സിനേഷൻ എല്ലാം ഉപയോഗിച്ചാൽ മതി. അത് നിർദ്ദേശങ്ങൾ നമ്മൾ താഴെ എല്ലാ സെൻറ്റർക്ക് കൊടുത്തിട്ടുള്ളത്. സോ ഏതെങ്കിലും സ്ഥലത്ത് അത് സെഷൻ ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ അങ്ങനെ തിരിച്ച് പോകാനുള്ള അങ്ങനെ അവസരം വരില്ല. അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ സംസ്ഥാനത്ത് ഇപ്പോൾ തലസ്ഥാന ജില്ലയിൽ മാത്രം 133 കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ കുറവായിട്ടുണ്ട്. ആലപ്പുഴ നടന്നിട്ടില്ല. മാസ് വാക്സിനേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ വാക്സിൻ ഇല്ലാതെ എങ്ങനെ നടത്തുന്നൊരു പ്രശ്നം. ഇപ്പം തന്ന 7 ലക്ഷം ഉടനടി കൊടുത്തു തീർക്കാൻ തന്നെയാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും അത് തീർത്ത് അത് എന്തെങ്കിലും കാരണം വെച്ചാൽ അത് മുഴുവൻ തീർന്നിട്ടില്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അറിയിപ്പ് നടത്തി അത് തൽക്കാലം നിർത്തേണ്ടി വരും. കാരണം കേന്ദ്രത്തിൽ നിന്ന് അത് കിട്ടുന്ന മുറയ്ക്കേ കൊടുക്കാനൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ വന്ന് തിരിച്ചു പോകുന്നത് ഒഴിവാക്കുക. അതിന് എന്തെങ്കിലും കാരണവശാൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിയിച്ച് നമ്മളത് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ ഏർപ്പാട് ചെയ്യും. കാരണം പക്ഷേ ഇപ്പോൾ ആസച്ച് നമുക്കിപ്പോൾ 7 ലക്ഷം ഉണ്ട്, അത് നമ്മൾ മുഴുവൻ കൊടുത്തു തീർക്കാൻ തന്നെയാണ് തീരുമാനം. ടോട്ടൽ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഇത് 52 ലക്ഷം നമ്മൾ ചെയ്തിട്ടുള്ളത്, അത് പ്ലസ് 7 lakhs 60 ലക്ഷം കിട്ടിയിട്ടുണ്ട് ടോട്ടൽ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 7,27,300 ഇപ്പോഴത്തെ ബാലൻസ്. അതിൽ ഒരു തീരുമാനം ഞങ്ങൾ എടുത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഡോർ ഔട്ട്ഡോർ യോഗങ്ങളുടെ നമ്പറിൻ്റെ തീരുമാനം ഈ തരം ഉത്സവം ഉൾപ്പെടെയുള്ള ഫംഗ്ഷന് ആപ്ലിക്കബിളാണ്. പക്ഷേ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ആളുകൾക്ക് പങ്കെടുക്കാനായിട്ട് ഒന്നുകിൽ വാക്സിനേഷൻ കിട്ടിയവരാണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് നടത്തി നെഗറ്റീവ് റിപ്പോർട്ടുള്ളവരാണെങ്കിൽ അവരെ പങ്കെടുപ്പിക്കാം കൂടുതൽ ആളുകളെ. അത്തരം പാസ് സിസ്റ്റം ഏർപ്പെടുത്താനായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അല്ല, തൃശ്ശൂർ പൂരത്തിൽ അതിന് അവർ തന്നെ ഒരു പാസ് സിസ്റ്റം സംവിധാനം ചെയ്യാനായിട്ടുള്ള ഒരു സമവായം അവർ സെക്രട്ടറിമാരായ ഒരു ചർച്ച നടത്തി ഉണ്ടാക്കിയായിരുന്നു അവരുമായിട്ട്. അല്ല, അതിൽ ഈ പൂരത്തിൻ്റെ അവിടുത്തെ ആ വലിയ മൈതാനം, അതിൽ കോവിഡ് മാനദണ്ഡം അനുസരിച്ച് 16,000 പേർക്ക് നിൽക്കാനുള്ള ഒരു അത്രയും വലിപ്പമുണ്ടെന്നാണ് ഒരു കണക്ക് അവരെടുത്തിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ ടെസ്റ്റ് നടത്തി ഈ 2 കാറ്റഗറി ഉണ്ടല്ലോ, അതായത് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആയവർ, വാക്സിനേഷൻ എടുത്തവർ, ഈ കാറ്റഗറിക്ക് മാത്രമേ അവിടെ പാസ് കൊടുക്കാവുള്ളൂ എന്നാണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അത് പ്രകാരം വെച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിവേ നോക്കാം, നമുക്ക് ഇനിയും കുറച്ചൊരു സമയമുണ്ടല്ലോ. അല്ല, 150 ആപ്ലിക്കബിൾ ആയടുത്ത് തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ഓർഡറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും സ്ഥലത്ത് ഈ രീതിയിൽ പാസ് സിസ്റ്റം നടത്തി നിയന്ത്രിക്കാമെങ്കിൽ അത് നമുക്ക് കൂടുതൽ പങ്കെടുക്കാമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അഡ്വൈസ് അല്ല, ചിലത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിലത് എൻഫോഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്, ചിലത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാവരുടെയും ഒരു സഹകരണത്തോടെ നടപ്പാക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. 2 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നിയന്ത്രിക്കാൻ വേണ്ടി അല്ല, അത് ജനങ്ങൾ ഇപ്പോഴും നമുക്ക് നല്ല സഹകരണം ഉണ്ട്. അത് തെളിവായിട്ട് നമ്മൾ ഒരു സീറോ സർവൈലൻസ് റിപ്പോർട്ട് നമ്മൾ കണ്ടാൽ മനസ്സിലാവും. ബിക്കോസ് നമ്മൾ ഒരു വർഷത്തെ എപ്പിഡമിക് ശേഷമേ ജനുവരി മാസത്തിൽ എടുത്തിട്ടുള്ള സാമ്പിൾ, അത് നമുക്ക് ഏകദേശം 11% ആൾക്കാർക്ക് ആൻറ്റിബോഡീസ് ഉണ്ട്, അങ്ങനെ തെളിവായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ജനങ്ങൾ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ, കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളുടെ ഈ സീറോ സർവൈലൻസ് ആൻറ്റിബോഡി ആകെ 10.76% മറ്റേ സംസ്ഥാനത്തിൽ അതേ സമയത്ത് ഇപ്പോൾ ജനുവരി മാസത്തിലുള്ള നമ്മളത് എടുത്താൽ, അത് CSIRൻ്റെ ഒരു പഠനമുണ്ട്, കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ആ പഠനത്തിൽ പല സംസ്ഥാനം, ഞാൻ പേര് പറയത്തില്ല, പക്ഷേ അവിടെ ശതമാനം 60 മേലിലാണ്. അതിൻ്റെ അർത്ഥം 70% ആൾക്കാർക്ക് ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ ചെയ്താൽ അത് എത്ര ആയിരിക്കും അത് നമുക്ക് മനസ്സിലാക്കാം.
സോ ഞങ്ങൾ സർ പറഞ്ഞ അനുസരിച്ച് ജനങ്ങൾ സഹകരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഇപ്പോൾ ഇത് ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവായിട്ടുള്ള ആൾ അല്ലെങ്കിൽ കോവിഡിൻ്റെ ഈ രണ്ടും ഡോസേജ് എടുത്തിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് ഭയാശങ്ക വേണ്ട. അതുപോലെ തന്നെ എടുക്കാത്ത ആൾ ഈ ബോധവൽക്കരണം കൂടി അവിടെ ഒരു ആളെക്കൂട്ടത്തിൽ പോകാതിരിക്കാനുള്ള ഒരു ബോധവൽക്കരണം നമ്മളെല്ലാം ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ റിലീജിയസ് ചടങ്ങും മുന്നോട്ട് കൊണ്ടുപോകാം. കേരളത്തിൽ ഒരു പ്രത്യേകം ഇങ്ങനെ ഒരു ഡിസിപ്ലിനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും, അത് നമുക്ക് കാണിക്കാൻ സാധിക്കും. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ല, ഇതിൽ ഒരു ചെറിയ കാര്യമുള്ള അറിയിക്കണം എന്നാണ്. അല്ല, പൊതുപരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടുകളിൽ കല്യാണം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് മുൻകൂട്ടി വരുന്നത് അറിയിക്കണം എന്നാണ്. കല്യാണത്തിനെല്ലാം അനുമതി എടുക്കണമെന്ന് പറയുന്നില്ല. ഇപ്പോൾ കല്യാണം ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കണം. അപ്പോൾ അവിടെ വളരെ അനിയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ കൂടുകയാണെങ്കിൽ നമ്മുടെ ആളുകൾ പരിശോധിക്കും. അതിന് ഇപ്പം അറിയിക്കാൻ നേരത്തെ ഒരു സംവിധാനം നമ്മൾ ഏർപ്പാട് ചെയ്തിരുന്നല്ലോ. എങ്ങനെയായിരുന്നു അത്? നമ്മൾ ക്ലാരിഫൈ ചെയ്യാം അതെങ്ങനെ അറിയിക്കുന്നതാണല്ലോ. അത് തീർച്ചയായിട്ടും എൻഫോഴ്സ് ചെയ്യേണ്ട കാര്യമാണ്. അത് ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അവിടെ ആക്ഷൻ എടുക്കും. മോട്ടോർ വെഹിക്കിളുകാരും പോലീസുകാരും അത് ആക്ഷൻ എടുക്കും. നിന്ന് യാത്ര ചെയ്യുന്നത് അനുവദിക്കില്ല. തിയേറ്ററുകളിൽ 50% എന്നുള്ള അത് നിലവിലുണ്ട്. പിന്നെ ഈ 9 മണി കഴിഞ്ഞാൽ അടയ്ക്കണം എന്നുള്ളത് ഈ തിയേറ്ററിനും ബാറിനും ഒക്കെ ഒരു ബാധകമാണ് താനും. അതെല്ലാവർക്കും അത് ബാധകമാണ്. അതിൻ്റെ ഉത്തരവ് അവർ പുറപ്പെടുവിക്കും. അത് അഡ്വൈസ് അല്ല, അത് ഗവൺമെൻറ് തീരുമാനിക്കുന്നതല്ലേ. ബാറിനും അത് ബാധകമാണ്. ബാറിനും ബാധകമാണ്. തിയേറ്ററുകൾക്കും. അതിനൊരു പ്രോട്ടോക്കോളുണ്ട് ശരിക്ക്. അതായത് ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയിട്ട്, ആൻറ്റിജൻ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുവിധം നല്ല പോസിറ്റീവായിട്ടുള്ള ആളുകളെല്ലാം അതിൽ ഡിറ്റക്ട് ചെയ്യും. അതിൽ നെഗറ്റീവായിട്ടുള്ളവർ ചിലപ്പം പോസിറ്റീവ് ആയിരിക്കും എന്നുള്ള പ്രശ്നമാണുള്ളത്. അപ്പോൾ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയിട്ട് അതിൽ പിന്നെ എന്തെങ്കിലും സിംറ്റം ഉള്ള ആളുകളുണ്ടെങ്കിൽ, നെഗറ്റീവ് ആയാലും കുറച്ച് സിംറ്റം എന്തെങ്കിലും ഉണ്ട ആളുകളെ പിന്നെ RT-PCR ചെയ്യണം എന്നുള്ള ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് നിലവിൽ. അത് പാലിക്കുക എന്നുള്ളതാണ്. അപ്പം ആദ്യം ഒരു സ്ക്രീനിങ് എന്നുള്ള കണക്കിന് ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി നമ്മൾ പോസിറ്റീവ് എല്ലാം കണ്ടുപിടിക്കുക. പോരാത്തത് പിന്നെ വരുന്നത് അവരിൽ സിംറ്റം ഉണ്ടെങ്കിൽ പിന്നെ RT-PCR ചെയ്യുക. ഇത് ചിലപ്പം ഡയറക്റ്റ് തന്നെ RT-PCR ചെയ്യുക. ഇങ്ങനെ ഒരു സിസ്റ്റം അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇല്ല, ലോക്ക്ഡൗണിലേക്ക് ഇപ്പം നമ്മൾ വരേണ്ട ഒരു സാഹചര്യമില്ല. നമ്മളുടെ ഈ ആക്ച്വലി നമുക്ക് ഈ 10-12% ഇതിനു മുമ്പ് വന്ന സമയത്ത് തന്നെ ഈ നിയന്ത്രണമെല്ലാം ചെയ്ത് നമ്മളത് താഴോട്ട് കൊണ്ടുവന്നു ഒരു കുറഞ്ഞ പേര്. അതേ പ്രൊസീജിയർ ഉപയോഗിച്ചാൽ ഇതൊരു 2 ആഴ്ച കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നിയന്ത്രിക്കാൻ പറ്റും. അതിനാണ് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിൽ മീഡിയ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തിട്ട് നിങ്ങളുടെ തന്നെ എഫർട്ട് കൊണ്ട് ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാ മീഡിയയിലും വളരെ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ആളുകൾ ചെയ്യുന്നതിനൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യസമയത്ത് അവരെ അറിയിക്കുക, അവരെ ബോധവൽക്കരിക്കുക. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും മീഡിയയുടെ ഒരു വലിയ സപ്പോർട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും. അല്ല, അതിൻ്റെ പ്രയോറിറ്റി തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഈ ടാർഗറ്റ് ചെയ്ത് പുറത്ത് ഈ ഓരോ കാറ്റഗറിയിലുള്ള ആളുകൾ 45 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സായിട്ടുള്ള ആളുകൾ, ഹോസ്പിറ്റലിലൊക്കെ ബൈസ്റ്റാൻഡേഴ്സായിട്ടൊക്കെ പോകുന്ന ആളുകൾ, പിന്നെ ഈ ഓരോ കാറ്റഗറിയിൽ ഫ്രണ്ട് ലൈനിൽ പ്രവർത്തിക്കുന്ന ഷോപ്പിൽ എടുത്തു കൊടുക്കാനൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഹോട്ടലിൽ സർവ് ചെയ്യുന്ന തൊഴിലാളികൾ, അതുപോലെ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ്, അങ്ങനെ ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ കേന്ദ്ര ഗവൺമെൻറ് പലരെയും വാക്സിനേറ്റ് ചെയ്തെങ്കിലും അതിൽ പ്രൈവറ്റ് സെക്ടറിലെ ആളുകൾ അധികം ഉൾപ്പെട്ടിട്ടില്ല. പ്രൈവറ്റ് സെക്ടറിലുള്ളതിൽ ആരോഗ്യ മേഖലകളിൽ മാത്രമേ ഉള്ളൂ. ബാക്കി പ്രൈവറ്റ് സെക്ടറിൽ ഒത്തിരി ഫ്രണ്ട് ലൈൻ വർക്കേഴ്സും ഉണ്ട്. അപ്പോൾ അവരെയും കേന്ദ്ര സർക്കാർ വാക്സിനേഷനിൽ ഉൾപ്പെടുത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉടനെ. പക്ഷേ
അത് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ അത്യാവശ്യമായിട്ട് അവരെ നമുക്ക് ഈ ടെസ്റ്റ് ചെയ്ത് അതിൽ കോവിഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമം വേണം. രാജൻ, അത് ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം നമ്മൾ കണ്ടപ്പോൾ 65,000 to 70,000 നമ്മളതിൽ ചെയ്ത് വരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ 2 ദിവസത്തെ കണക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 1.5 ലക്ഷം ടെസ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. നമ്മുടെ സംവിധാനം പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ PHC, FHC, CHC, താലൂക്ക് ആശുപത്രി, അതുപോലെ തന്നെ വലിയ ആശുപത്രി ആൻഡ് മൊബൈൽ സംവിധാനം, അങ്ങനെ ഓരോരോ ഡിസ്ട്രിക്ട് കളക്ടർ അവിടുത്തെ ജില്ലയിലുള്ള സിറ്റുവേഷൻ നോക്കിയിട്ട് സാർ പറഞ്ഞ ആ സെഗ്മെൻറ്റ്സ് ഉണ്ട്, ആ സെഗ്മെൻറ്റ്സ് പിന്നെ ഏത് ഡിസ്ട്രിക്റ്റിൽ ഏത് താലൂക്കയിലാണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് കേസസ് പുതുതായിട്ട് വരുന്നു അത് കണ്ടുപിടിച്ചിട്ട് ആ ഏരിയയിൽ ഈ പ്രയോറിറ്റി സെഗ്മെൻറ്റ് കവർ ചെയ്യാനുള്ള ആസൂത്രണം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫാക്ട് സാറിൻ്റെ മാർഗദർശനം ഞങ്ങൾക്ക് ഉണ്ടായി. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷൻ ഇവിടെ ഒരു കറക്റ്റായിട്ടുള്ള സെഗ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ സാമ്പിൾ കളക്ഷൻ ചെയ്യുക. അപ്പോൾ ആ സാമ്പിൾ കളക്ഷനിൻ്റെ കാര്യത്തിൽ നമുക്ക് തടസ്സം വരത്തില്ല. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ പ്രമാണിച്ചിട്ടുള്ള കണ്ടെയ്ൻമെൻറ്റ് സോൺ അതുപോലെ തന്നെ ക്ലസ്റ്റർ അവിടെ ഏതായാലും നമ്മൾ 100% ചെയ്യാം, ആൾക്കാരും മുന്നോട്ട് വരുന്നുണ്ട്. അതിന് പുറമെ ഈ ഐഡൻറ്റിഫൈഡ് സെഗ്മെൻറ്റ് നമ്മൾ ഇപ്പോൾ പ്രേരിപ്പിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി താഴെ ഓരോ പഞ്ചായത്ത് ലെവലിലുള്ള വാർഡ് കമ്മിറ്റിയും അവർക്ക് സജീവമായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അല്ല, ഇത് നമ്മളിപ്പോൾ ഓരോ റുട്ടീനായാലും ഇപ്പോൾ 2 ദിവസം നമ്മൾ ഈ 2.5 ലക്ഷം എടുക്കാനുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. ഇപ്പോൾ 4-ാം തീയതി വരെ വളരെ വ്യാപകമായി അതിൽ ഇലക്ഷനിയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. 5-ാം തീയതി 6-ാം തീയതി പിന്നെ പോളിംഗ് ഉണ്ടായിരുന്നു. പോൾ ഡേയിലും ജനങ്ങൾ ഔട്ട്സൈഡ് വന്നു. അതുകൊണ്ട് അതിൻ്റെ ഇൻഫെക്ഷൻ സൈക്കിൾ ഇൻഫാക്ട് അത് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ആഴ്ച അടുത്ത 5-6 ദിവസത്തിലാണ് നമ്മൾ അധികം കൂടുതൽ ഇപ്പോൾ ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ അവരുടെ വഴി പിന്നെ അടുത്ത ഇൻഫെക്ഷനും വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഓഗ്മെൻറ്റഡ് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി അത് 2.5 ലക്ഷം ചെയ്താൽ ഒരുവിധം പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് സാർ ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഈ ഓഗ്മെൻറ്റഡ് സ്ട്രാറ്റജി ചെയ്തു. സോ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ നന്നായിട്ട് അത് ചെയ്താൽ തീർച്ചയായിട്ടും ബ്രേക്ക് ദ ചെയിൻ അത് നമുക്ക് ഒരു നല്ല ശതമാനം വരെ അതിൽ ചെയ്യാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഈ സാമ്പിൾ കളക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ടെസ്റ്റിംഗ് 2.5 ലക്ഷം ചെയ്യാന്ന് വെച്ചാൽ അത് ടെസ്റ്റ് കപ്പാസിറ്റി മാത്രമല്ല, ഏറ്റവും പ്രധാനം സാമ്പിൾ ഇത്രയും കറക്റ്റായിട്ടുള്ള സാമ്പിൾ 2.5 ലക്ഷം കളക്ട് ചെയ്ത് കിട്ടിയാൽ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ടെസ്റ്റിംഗ് നാളെ മറ്റന്നാളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ അതങ്ങ് തീർക്കാം. ഏതായാലും ടെസ്റ്റിംഗ് ക്യാൻ ബി ഡൺ. ഈ ശരിയായ സാമ്പിളുകൾ 2.5 ലക്ഷം ഒറ്റയടിക്ക് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തീർച്ചയായിട്ടും ഫ്രൈഡേ സാറ്റർഡേയിൽ കളക്ടർമാരെല്ലാം മുൻകൈ എടുത്ത് ചെയ്യും. അത് അല്ല, 9 മണി കഴിഞ്ഞാൽ ഈ ഇത് വ്യാപനം കൂടി നിൽക്കുന്ന അത്രയും സമയം അത് അടയ്ക്കേണ്ടി വരും. അത് അടയ്ക്കാതെ പറ്റില്ല. കാരണം അല്ല, ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർ ഇറക്കി കഴിഞ്ഞല്ലോ. ഇറ്റ് ഈസ് ഇൻ ഫോഴ്സ് നൗ. ഇപ്പോൾ 9 വരെ എല്ലാവർക്കും ബാധകമാണത്. അതിപ്പം ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്ന നിബന്ധനയാണ്, ബാധകമാണ്. പിന്നെ ചിലപ്പോൾ വല്ല എസെൻഷ്യൽ സർവീസിലേക്ക് വല്ല ഒരു മെഡിക്കൽ ഷോപ്പോ ഒക്കെ രാത്രിയൊക്കെ എല്ലാ മെഡിസിനും അടച്ചു കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ എക്സെപ്റ്റ് ചെയ്യാം. അതുകൊണ്ടായിരിക്കും നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ സമയത്ത് ചെയ്തിരുന്ന 9 മണി 10 മണി വരെ പാഴ്സൽ കൊടുക്കാൻ ഒരു സംവിധാനം നമ്മുടെ അത് ചിലപ്പോൾ അതൊരു ചില എസെൻഷ്യൽ സർവീസൊക്കെ കുറച്ചൊക്കെ പലയിടത്തും അനുവദിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ ആ ഓർഡറിൽ എഴുതിയിട്ടുണ്ട് 9 മണി വരെയാണ് ഓർഡിനറിൽ എല്ലാവരും അടയ്ക്കണം. പക്ഷേ അവിടെ ആസ് ഫാർ ആസ് പോസിബിൾ എന്നൊരു ക്ലോസ് വെച്ചിട്ടുണ്ട് അവിടെ. ദ പോയിൻ്റ് ഈസ് ദാറ്റ് ചിലപ്പം വലിയ എസെൻഷ്യൽ സർവീസസ് ലൈക്ക് മെഡിക്കൽ ഷോപ്സ്, ചിലപ്പം ഏതെങ്കിലും ആശുപത്രികളനുബന്ധിച്ച് ചിലപ്പോൾ ആഹാരം ഉള്ള സ്ഥലം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ പോയിൻ്റ് ഈസ് ദാറ്റ് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പം നമ്മൾ ഒരു 95%ഉം അടയ്ക്കണം. പിന്നെ വളരെ എസെൻഷ്യൽ സർവീസ് വല്ലതും ഉണ്ടെങ്കിൽ ദേ ക്യാൻ കണ്ടിന്യൂ ഫോർ സം മോർ ടൈം. അതിലങ്ങനെ നമുക്ക് വളരെ സ്ട്രിക്റ്റ് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂള് ഒന്നും പറ്റില്ല. ഏത് നിയമം കർശനമാണ്. അതിനാണ് നമ്മളിന്ന് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. കർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമമല്ല ഏറ്റവും കൂടുതൽ വരുന്നത്
അത് ജനങ്ങളും കൂടി ചേർന്ന് നടപ്പാക്കുമ്പോഴാണ് ഏത് നിയമവും കർശനമായിട്ട് നടപ്പാവുന്നത്. ജനങ്ങൾ കൂടി ചേരണം. അപ്പം നമ്മൾ ജനങ്ങളെയും കൂടി ഇപ്പം മൊബിലൈസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കാരണം ആളുകൾ എല്ലാ നിയമവും നടപ്പാവുന്ന എപ്പോഴാണ്? എല്ലാ നിയമവും ആരെങ്കിലും വന്ന് എൻഫോഴ്സ് കൊണ്ട് മാത്രമല്ല നടപ്പാവുന്നത്. ജനങ്ങൾക്കും കൂടി അത് നിയമം നടപ്പാവുന്ന ഒരു ടെൻഡൻസി വരുമ്പോഴാണ് നടപ്പാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ കേരളത്തിൽ അത് വളരെ മെച്ചമാണ്. നമ്മുടെ കേരളത്തിൽ ഉള്ളത്രയും നിയമം പാലിക്കുന്ന വേറെ സംസ്ഥാനങ്ങൾ വളരെ കുറവുമാണ്. ഇപ്പം നമ്മൾ മാസ്ക് ഇടുന്ന കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാലും അത് ചെയ്യും. ഇനിയിപ്പം ഇത് കൂടിയ സ്ഥിതിക്ക് നിയമം കൂടുതൽ നടപ്പാക്കൽ കർശനമായിട്ട് വരും. അതേസമയം തന്നെ ഈ പൊതുജനങ്ങളുടെ കൂടി ഒരു ഇൻവോൾവ്മെൻറ്റും പങ്കാളിത്തവും സഹകരണവും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പെർഫെക്റ്റ് ആവും. അപ്പോൾ അവർക്കതിൻ്റെ ഈ പ്രാധാന്യം മനസ്സിലാവണം. ഈ ടെസ്റ്റിങ്ങിൻ്റെ പ്രാധാന്യം അത് വളരെ പ്രധാനമാണ്, അത് മനസ്സിലാവണം. അത് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാവണം. 45 വയസ്സ് കഴിഞ്ഞവരെല്ലാം ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ കോവിഡ് ബാധിച്ചാൽ തന്നെ വാക്സിനേഷൻ എടുത്തവർക്ക് വളരെ മൈൽഡായിട്ട് വരുന്നുള്ളൂ. അവർക്ക് അത് വളരെ കോംപ്ലിക്കേഷൻ വരുന്നില്ല. വളരെ റെയറായിട്ട് അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ വന്നാലും അതിന് സീരിയസ്നെസ് വരുന്നില്ല, അത് ഫേറ്റലാവുന്നില്ല. അപ്പം നമ്മൾ 200 ആളുകളിൽ കൂടുതലുള്ള അസംബ്ലിക്ക് അത് വേണമെങ്കിൽ RT-PCR ടെസ്റ്റ് നെഗറ്റിവിറ്റി വേണം എന്നാണ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം മാളുകൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഷോപ്പല്ല, എന്തോ വലിയൊരു ഉത്സവം മാതിരി നടത്തുന്ന കാര്യമാണെങ്കിൽ അവിടെ അത് ബാധകമാവും. അല്ല, അത് നമ്മൾ ചില ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവർ ടെസ്റ്റ് നോക്കിയിട്ടൊക്കെ ആളുകളെ പ്രവേശിപ്പിക്കാനുള്ള സിസ്റ്റം ഏർപ്പെടുത്തണം. ആ മാളിൻ്റെ ആളുകൾ ചെയ്യണം. ഗവൺമെൻറ് ചെയ്യാൻ നോക്കുകയല്ല, അത് ഓരോ മാളിലും പോയിട്ട്. അത് അതിരിക്കട്ടെ, അതില്ല. പിന്നെ വേറെ ഏതെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടോ? ഇന്നത്തെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഇന്ന് മൊത്തം നമുക്ക് 8700 കേസുകൾ വന്നിട്ടുണ്ട്. 8700 കേസുകൾ. 8700. അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡെയിലി കേസ് നോക്കി അതല്ല പ്രശ്നം. ഡെയിലി കേസ് കൂടുതൽ ഇപ്പം ടെസ്റ്റ് വളരെ കൂട്ടുകയുമ്പോൾ ഡെയിലി കേസ് കൂടും. അത് നല്ലതുമാണ്. കാരണം ഇപ്പം 2 ലക്ഷം ടെസ്റ്റ് നടത്തി ഡെയിലി കേസ് അന്നേരം ഒത്തിരി കൂടിയാൽ വളരെ നല്ലതാണ്. കാരണം അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ളവരെല്ലാം കണ്ടുപിടിച്ചു എന്നുള്ളതാണ് അർത്ഥം. ഇത് മൊത്തം 60 നോക്കട്ടെ. അല്ലല്ല, ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു വാക്സിൻ കോവാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡ് എടുത്തയാൾ സെക്കൻഡ് ഡോസ് കോവാക്സിൻ എടുക്കാൻ പറ്റില്ല. സെക്കൻഡ് ഡോസ് അതേ വാക്സിൻ എടുക്കണം. കണ്ടെയ്ൻമെൻറ്റ് സോണുകളുടെ പ്രവർത്തനം, അതിനെക്കുറിച്ചുള്ള ഗൈഡ് ലൈൻസ് വളരെ നേരത്തെ ഉള്ളതാണല്ലോ. ഓഫീസുകൾ അങ്ങനെ, കാരണം കണ്ടെയ്ൻമെൻറ്റ് സോൺ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏരിയ അല്ല, പൊതുവേ വളരെ ചെറിയ ഏരിയ, മൈക്രോ ആണ്. അതിൻ്റെ ഉള്ളിൽ ഓഫീസുകൾ ഉണ്ടോ? വളരെ റെയറായിട്ടെങ്ങാനും വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഒരു സാധാരണ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രവർത്തിക്കില്ല എന്നുള്ളത് സംബന്ധിച്ചാൽ ബാങ്കുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പമുണ്ട്. അല്ല, ഇത് പരീക്ഷേൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ചെയ്തു വരുന്നു. ഇപ്പോൾ ഇത് 2ാമത്തെ വർഷമാണ്. കഴിഞ്ഞ വർഷവും കണ്ടെയ്ൻമെൻറ്റ് സോൺ ഉണ്ടായിരുന്നു, നമ്മൾ പരീക്ഷയും എടുത്തു. അപ്പോൾ ആ സമയം വളരെ കൃത്യം ഗൈഡ് ലൈൻ ഉണ്ട്. ഇപ്പോൾ എക്സാം റിലേറ്റഡ് അത് ഒരു ജനറിക് ഗൈഡ് ലൈനാണ്, ഒരു എക്സാം സ്പെസിഫിക് ഗൈഡ് ലൈൻ അല്ല അത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അല്ലെങ്കിൽ ഏത് സ്ഥാപന PSC ആയാലും ഏത് സ്ഥാപന ആയാലും അവരെല്ലാം ചോദിച്ചു. ആ ഗൈഡ് ലൈനിൽ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടെങ്കിലും അവിടെ എക്സാം നടക്കും. അപ്പോൾ എക്സാമിൽ വരുന്ന ആൾക്കാർ എങ്ങനെ വരണം, ഏതെല്ലാം കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ പാലിക്കണം, ഏതെല്ലാം ക്രമീകരണങ്ങൾ ആ എക്സാം സെൻറ്ററിൽ ചെയ്യണം, അതിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക്കും ഇത് ഉണ്ട്. ഇൻഫാക്ട് താങ്കളെല്ലാം നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ നടക്കും. അതെ,
അല്ല അതിൽ ഓരോ കാര്യമുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലും മറ്റെല്ലാ ഓഫീസിലും മിക്കവാറും ആൾക്കാർ 45 മേലിലുള്ള ആൾക്കാർ നമ്മൾ വാക്സിനേഷൻ്റെ ഡോസേജിൽ കവറായി. ഹെൽത്ത് കെയർ വർക്കർ മറ്റെല്ലാ എഡ്യൂക്കേഷൻ ടീച്ചറൊക്കെ ആണെങ്കിൽ അത് പോളിംഗ് സ്റ്റാഫൊക്കെ അങ്ങനെ ആ കണക്കിലെടുത്തിട്ട് മിക്ക ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ നമ്മൾ വാക്സിനേഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവരെ രണ്ടാമത്തെ ഡോസും ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ നേരത്തെ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള പ്രോബ്ലം അത്ര ഭീകരം ഇല്ല. പിന്നെ മറ്റെല്ലാ ആൾക്കാർ നമ്മൾ ഓരോ കോവിഡ് അപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലും ചിലപ്പോൾ ഏതെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ ഓരോ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും മാസ്ക് ധരിച്ചിട്ടാണ് സംസാരിക്കുന്നു. മറ്റേ ആൾക്കാർ പോലെ നമ്മൾ മാസ്ക് ഒക്കെ ഇല്ലാത്ത ആരും ഇവിടെ ഇല്ല. അങ്ങനെ എടുത്താൽ നമ്മൾ ഓരോ പകർക്കാൻ അത്ര സാധ്യത ഇല്ല. അതാണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ മൈക്രോ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ വളരെ അപൂർവമായി ഓഫീസ് ഉണ്ടെങ്കിൽ ആ ഓഫീസ് നമ്മളതിൽ നോക്കിയിട്ട് അത് ഉചിതമായ തീരുമാനം എടുക്കാൻ സാധിക്കും. അതിൻ്റെ ഉള്ള ലോക്കൽ ഡിസിഷൻ എടുക്കാനുള്ള ചുമതല ഡിസ്ട്രിക്ട് കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. സാർ, അടുത്ത 10 ദിവസത്തിനുള്ളിൽ എത്ര ഡോസ് വാക്സിൻ സെൻട്രൽ ഗവൺമെന്റ് തരാം എന്നതാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. 50 ലക്ഷം ചോദിച്ചിട്ടുണ്ട്. അതായത് ഡിസ്ട്രിബ്യൂഷനിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഷോർട്ടേജ് ഒരുമിച്ച് വെക്കോ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് അതിൻ്റെ കറക്റ്റ്? അവർ ആവശ്യാനുസരണം വാക്സിൻ തരും എന്നാണ് അവർ അഷ്വർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ വളരെ പെട്ടെന്ന് ഇത് ശരിക്ക് വാക്സിനേഷൻ നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ കുറച്ചുകൂടെ കൂടുതൽ സ്പീഡിൽ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് എല്ലാ തലത്തിലും. ഇത് മുഖ്യമന്ത്രിയുടെ തലത്തിൽ ഉൾപ്പെടെ ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിഗണന കിട്ടും, കൂടുതൽ ആവശ്യത്തിന് വാക്സിൻ ലഭ്യമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അനുമതി വേണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അത് അനുമതി വേണം അല്ല വിവാഹ ചടങ്ങുകൾക്ക് മുൻകൂർ അനുമതിയൊന്നും ആവശ്യമില്ല. പക്ഷേ അത് വിവാഹ ചടങ്ങുകൾ നമ്മൾ അറിയിച്ചിരിക്കണം. അതായത് ഈ വിവാഹം നേരത്തെ നിശ്ചയിക്കുന്ന കാര്യമല്ലേ. അപ്പോൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വിവാഹം നടക്കും എന്ന കാര്യം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനെ അറിയിച്ചിരിക്കണം. അപ്പോൾ ഈ ഭക്ഷണ വിതരണം എന്ന് പറയുന്നത് ഇതാ ഞാൻ പറയുന്നത് നേരത്തെ ജനങ്ങളുടെ സഹകരണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ വിവാഹ ചടങ്ങുകളിൽ അവരിപ്പോൾ ഒരു സദ്യ കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഇത് കൊടുക്കരുതെന്ന് നിയമം ഉണ്ടാക്കി അവിടെ നടപ്പാക്കാൻ പറ്റുമോ? അത് പറ്റുകയില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അവരോട് പറയുന്നത് ഈ നിങ്ങൾക്കതൊരു പാക്കറ്റായിട്ട് വരുന്നവർക്ക് കൊടുത്തു വിടുന്ന സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലത്. എല്ലാവർക്കും പറ്റിയില്ല, ഈ കുറേ പേർക്കെങ്കിലും പലർക്കും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ നല്ലത്. അതിനൊരു പോസിറ്റിവിറ്റി അങ്ങനെ ആ രീതിയിൽ ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. പാക്കറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് വലിയ കുഴപ്പമില്ല. കാരണം പാക്കറ്റായിട്ട് അവർ കൊണ്ടുപോയി അവിടെ വെച്ച് ഈ മാസ്കൊക്കെ മാറ്റി ഒത്തിരി നേരം ഇരുന്ന് എല്ലാം ഗ്രൂപ്പായിട്ടിരുന്ന് ചെയ്യുമ്പോഴാണ് ഈ പല പ്രശ്നം വരുന്നത്. നിയന്ത്രണമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഇത് തന്നെയാണ് കാര്യം. അത് ആളുകൾക്ക് അവരുടെ നല്ല കോവിഡ് അപ്രോപ്രിയേറ്റ് ഒരു അപകടമില്ലാത്ത ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളെല്ലാവരും കൂടി പരിശ്രമിച്ച് അവർക്കൊരു ബോധവൽക്കരണം വേണം. ഇതാണ്. പരിശോധിക്കുമല്ലോ, അതിനാണല്ലോ അറിയിക്കുന്നത്. അറിയിച്ചതിൻ്റെ ഉദ്ദേശം എന്താ? അപ്പോൾ അറിയിച്ചു കഴിയുമ്പോൾ അവിടെ പിന്നെ കൂടുതൽ ആളുകൾ അവരെ അറിയിക്കുമ്പോൾ അവിടെ കൂടുതൽ ആളുകൾ പങ്കെടുക്കുക, വലിയ രീതിയിൽ തെറ്റ് നടന്ന് അന്നേരം ആളുകൾ അവിടെ എത്തും. അന്നേരം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, സെക്ടറൽ മജിസ്ട്രേറ്റുമാരും പോലീസും ഒക്കെ ഉണ്ട്, അവർ എത്തും. അങ്ങനെ ആരെങ്കിലും വളരെ വയലേഷനായിട്ട് ചെയ്താൽ അതാണ് പോയിന്റ്. അതിന് പകരം ഒരു പെർമിഷൻ, കല്യാണം നടത്തുന്നതിന് ഇപ്പോൾ ഇന്ന സ്ഥലത്ത് പെർമിഷൻ എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിയായ അത് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് തിരിച്ച് അവരുടെ വീടുകളിലേക്ക് വരാനായിട്ട് പ്രത്യേക ഇനിയിപ്പോൾ അനുമതി ആവശ്യമുണ്ട്. അവർ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആയിപ്പോയി. അപ്പോൾ അതിപ്പോൾ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഇങ്ങനെ മറ്റ് ജില്ലകളിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഒരു പ്രശ്നമായി പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ല, അവർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് തടസ്സമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വീട്ടിലേക്ക് പോകാനായിട്ട് ദേ ക്യാൻ ഓൾവേസ് ഗോ ഇൻ ദെയർ ഹൗസ്. അതൊന്നും പ്രശ്നമില്ല. വന്നറിയിക്കണ്ടല്ലോ, അതിനൊരു സംവിധാനം നമ്മളുണ്ടാക്കും. അത് ഇലക്ട്രോണിക്കായിട്ട് അവരെ അറിയിക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കും, ഇൻഫർമേഷൻ. എന്നാലും മതി.
ലോക്കൽ പോലീസിനെ അറിയിച്ചാൽ മതി, ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാലും മതി. അവർക്ക് ഫോൺ വഴി അറിയിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഒരു എഴുത്തെഴുതി അയക്കാം. അങ്ങനെ പല രീതിയിൽ അറിയിക്കാം. അഡ്രസ്സ് ചെയ്ത് എഴുത്തെഴുതി അഡ്രസ്സ് ഇട്ടാൽ മതിയല്ലോ. ഇന്ന ദിവസം ഇന്ന സമയത്ത് ഈ കല്യാണം ഇന്ന സ്ഥലത്ത് നടക്കുമെന്ന് അറിയിച്ചാൽ മതി. അത് കൂടുതൽ നിയന്ത്രണമൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ ഉള്ള നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾ പിന്നെ 7 ദിവസത്തിൽ കൂടുതൽ താമസത്തിനാണ് വരുന്നതെങ്കിൽ അവർ ക്വാറൻറ്റൈൻ ചെയ്യണം. 7 ദിവസത്തിൽ കുറഞ്ഞ താമസമാണെങ്കിൽ ക്വാറൻറ്റൈൻ ആവശ്യമില്ല. അത് തന്നെ നിയന്ത്രണം. അതെ, അല്ല, ഔട്ട്ഡോർ പരിപാടികളിൽ നമ്മൾ ഇളവ് പറഞ്ഞത് ടെസ്റ്റ് ചെയ്ത് നടത്തുന്ന പരിപാടിയാണെങ്കിൽ ഇളവുണ്ട്. ടെസ്റ്റ് ചെയ്ത് നടത്തുന്ന പരിപാടിയാണെങ്കിൽ വാക്സിനേറ്റ് ചെയ്ത ആളുകളെ കൊണ്ടോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത ആളുകളുണ്ടോ മാത്രം നടന്ന പരിപാടിയാണെങ്കിൽ ഇളവുണ്ട്. അത് നമുക്ക് നേരത്തെ മുതൽ അറിയാമല്ലോ. യുവർ ക്വസ്റ്റ്യൻ ഈസ് ഫോർ പർട്ടിക്കുലർ റീസൺ. ബട്ട് അല്ല വേണ്ട, അല്ല അത് ഉണ്ട്, വ്യക്തത ഉണ്ട്. അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള അതില്ല, നമ്മൾ ജനറലായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതല്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആയിക്കോട്ടെ, നമുക്കെന്നാ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ദ പോയിന്റ് ഈസ് ദാറ്റ് നിങ്ങളെല്ലാവരും കൂടി ഇത്രയും നാൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോവുക കേട്ടോ. അപ്പോൾ വെയിറ്റ് ലുക്ക് ഹിയർ, അല്ല അതിരിക്കട്ടെ, ഞാൻ പറഞ്ഞ പോയിൻ്റ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത മാതിരി നല്ല ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ആളുകളെല്ലാം ഒന്ന് ബോധവൽക്കരിച്ച് ഇനിയും മുന്നോട്ട് പോകാനായിട്ടുള്ള നിങ്ങളുടെ സഹകരണം ഇത് വളരെ വി വാണ്ടഡ് ടു കോംപ്ലിമെൻറ്റ് യു. കാരണം ഈ കേരളത്തിലെ ഈ പ്രസ്, അതുപോലെ നമ്മുടെ ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഭംഗിയായിട്ട് ഇത് നിയന്ത്രണങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു ജനം ഈ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്കില്ല. വളരെ നല്ല രീതിയിലാണ് ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ശരിയായ ബോധവൽക്കരണം ഉണ്ടെങ്കിൽ, കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയാൽ അവർ ചെയ്യാൻ റെഡിയാണ്. അത് നമ്മുടെ എല്ലാം ജോലിയാണ്. അപ്പം നമ്മുടെ പ്രസിൻ്റെ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽ തീർച്ചയായിട്ടും അത് ഞങ്ങൾ കഴിയുന്നതും വിശദമായിട്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇതിലൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എൻഫോഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അത് വർദ്ധിപ്പിക്കും. ഇപ്പോൾ അതേസമയം തന്നെ എൻഫോഴ്സ് ചെയ്യാതെ അവരുടെ സഹകരണം കൊണ്ട് നടപ്പാക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളാണ് അതൊന്ന് പ്രോപ്പറായിട്ട് ഒരു കൊടുത്ത് ഉറപ്പാക്കേണ്ടത്. അങ്ങനെ അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് പഴയ സിറ്റുവേഷനിലേക്ക് ചെല്ലണം. 3% TPR-ൻ്റെ സ്ഥിതിയിൽ എത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത്. നടന്ന ദിവസം ഏകദേശം 3-നും 4-നും ഇടയ്ക്കായിരുന്നു TPR എന്നുള്ളതായിരുന്നു ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്ക്. ഒരാഴ്ചയ്ക്കുള്ളിൽ അത് 12-ഉം 13-ഉമായിട്ട് മാറി. അപ്പോൾ ഈ ആദ്യമുള്ള കണക്കുകൾക്ക് എത്ര വിശ്വാസ്യതയുണ്ട്? അല്ല, അതൊരു ഈ രോഗത്തിൻ്റെ ആ നോക്കിക്കഴിഞ്ഞാൽ അതിലില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇപ്പം 1 തൊട്ട് 4 വരെയുള്ള സമയത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവരുടെ ഇൻഫെക്ഷൻ എല്ലാവരും അറിഞ്ഞ് പുറത്ത് വരുന്ന സമയമാണ് ഈ 10-ാം തീയതി 11-ാം തീയതി എന്ന് പറയുന്നത്. 7 ദിവസം കഴിഞ്ഞാണ് അറിയുന്നത് ഇതിൻ്റെ ഈ സിംറ്റം ഒക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം സർജ് വന്നിരിക്കുന്നത്. അതേസമയം അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ആ അവസാനത്തെ ഒരാഴ്ചകളിലൊക്കെ വരുന്ന സർജായിരിക്കും ഇപ്പോൾ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കൺട്രോൾ ചെയ്താൽ ഇതിൻ്റെ എഫക്റ്റ് അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയും. അപ്പോൾ അത് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടെസ്റ്റിംഗ് നടത്തി. അതേസമയം കുറയണമെങ്കിൽ ഒരു കാര്യമുണ്ട്, ഈ ഇൻഫെക്റ്റഡ് ആയ ആളുകൾ നമ്മൾ മാറ്റി നിർത്തണം. ഈ ഇൻഫെക്റ്റഡ് ആയ ആളെ കണ്ടുപിടിച്ച് അവർ പിന്നെയും ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണെങ്കിൽ ഇത് കുറയാൻ പോകുന്നില്ല. ഇറ്റ് വിൽ വളരെ പെട്ടെന്ന് വർദ്ധിക്കും, എക്സ്പോണൻഷ്യലായിട്ടല്ലേ വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ടെസ്റ്റ് നടത്തി ഇൻഫെക്റ്റഡ് ആളുകൾ സ്വയം ക്വാറൻറ്റൈനിൽ പോവുകയോ അല്ലെങ്കിൽ അവരെ കണ്ടുപിടിച്ച് എത്രയും വേഗം നമ്മൾ അവരെ ഈ പരത്തുന്ന ഒഴിവാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കൺട്രോൾഡ്. അതാണ് നമ്മുടെ ശ്രമം. ഇല്ല, സർക്കാർ ഓഫീസുകളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം മിക്കവാറും സർക്കാർ ഓഫീസിലെ ജീവനക്കാരെല്ലാം പല രീതിയിലൊക്കെ വാക്സിനേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവർ അത്ര ഭയങ്കര ഒരു സ്പ്രെഡിങ് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊന്നും തീരുമാനിച്ചിട്ടില്ല ഇവിടെ ആ മേഖലയിൽ. പിന്നെയും കുറച്ചുകൂടെ ഉള്ളത് വാക്സിനേറ്റ് ചെയ്യപ്പെടാത്ത പ്രൈവറ്റ് മേഖലയിലുള്ള മുൻനിര ജീവനക്കാരാണ് ശരിക്കും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വ്യക്തികൾ. ഇപ്പം
നമ്മൾ തുടർച്ചയായിട്ട് ജിനോം സീക്വൻസിങ് ചെയ്ത സംസ്ഥാനം ഫസ്റ്റാണ് നമ്മൾ ഈ പൈലറ്റ് ചെയ്തു. അപ്പോൾ സെപ്റ്റംബർ ഒക്ടോബറിൽ അതിനുശേഷം മുഴുവൻ 14 ഡിസ്ട്രിക്റ്റിൽ ചെയ്തു. അപ്പോൾ നമ്മൾ ജിനോം സാമ്പിൾ ഇപ്പോഴും അയക്കുന്നുണ്ട്. ഇതുവരെ നമുക്ക് UK കിട്ടിയിട്ടുള്ള വേരിയൻറ്റിന് പുറമെ നമ്മളെ ബ്രാസീൽ വേരിയൻറ്റോ സൗത്ത് ആഫ്രിക്ക വേരിയൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഇപ്പോൾ കിട്ടുന്ന RT-PCR ജിനോം സാമ്പിൾ നമ്മൾ അത് വീണ്ടും അത് NIV പുനെ ലാബോറട്ടറിക്ക് അയക്കുന്നുണ്ട്. സോ വി വിൽ കണ്ടിന്യൂ ആസ് അവർ എഫേർട്ട്. ഇന്ന് ഇത് നമ്മുടെ എക്സ്പെർട്ട് കമ്മിറ്റീൻ്റെ ചെയർപേഴ്സൺ ഡോക്ടർ ഇക്ബാൽ സർ 2 ഒരു ശുപാർശ വെച്ചു. ഒന്ന്, ഇവിടെ സ്പൈക്ക് പ്രോട്ടീനിൻ്റെ പഠനം ഇവിടെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞു. സോ നമ്മൾ രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ബയോടെക്നോളജി അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അവർ രണ്ടുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആ പഠനത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം. ആ രീതിയിൽ നമ്മുടെ തീരുമാനം ഒന്ന് അത് ഒരു റിസർച്ച് ബേസ്ഡ് അത് എടുക്കാൻ നോക്കുന്നു. ഈ പരീക്ഷയുടെ കാര്യത്തിൽ നമ്മൾ പരീക്ഷ മാറ്റുന്നില്ല, പക്ഷേ 29 വരെ SSLC പരീക്ഷയുണ്ട്. അടുത്ത ദിവസങ്ങളിലെ ഈ ഒരു സർജറി ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൂടുതൽ പ്രിക്കോഷൻസോ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നു? പരീക്ഷ കോവിഡ് പ്രിക്കോഷൻസ് അനുസരിച്ച് മാത്രമാണ് നമ്മൾ നടത്തുന്നത്. അതിനുള്ള എല്ലാ പ്രിക്കോഷനും അതിൽ നോക്കുന്നുണ്ട്. അവിടെ ഹാളിൽ ഒന്നും അവിടെ വന്നിട്ട് സർജൻ ഉണ്ടാവില്ല. പക്ഷേ യാത്രയാണ് കൂടുതൽ പ്രശ്നം. പരീക്ഷയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ സേഫായിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണം. പ്രത്യേകിച്ച് അതുകൊണ്ട് ഞങ്ങളിന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, കഴിയുന്നതും സ്കൂൾ ബസ്സിൽ തന്നെയൊക്കെ കുട്ടികളെ യാത്ര ചെയ്യിച്ചാൽ നല്ലതാണ്. അവർ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ കയറുമ്പോഴാണ് കൂടുതൽ സാധ്യത കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് അല്ല, ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കാനായിട്ടുള്ള അതിനൊരു നമ്മൾ ശ്രമിച്ചാൽ ഈ വാക്സിനേഷൻ നമുക്ക് വളരെ വർദ്ധിപ്പിച്ചിട്ട് ഒരു 1.5 കോടി ആളുകളെ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സാധ്യതയുണ്ട്. 1.5 കോടി 2 കോടി ആളുകൾക്ക് വാക്സിനേഷൻ ചെയ്യാൻ എത്രയും വേഗം കഴിയുമോ, അതാണ് പ്രശ്നം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. നമുക്ക് വിദ്യാഭ്യാസം തുടക്കമില്ലാതെ പ്രശ്നമില്ലാതെ അടുത്ത വർഷം നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ വ്യാപനം ഉണ്ടാവാനായിട്ട് കാരണം ആളുകൾ പിന്നെ ഇലക്ഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള യോഗങ്ങളും എല്ലാം ഇച്ചിരി ഫ്രീ ആയി എന്നുള്ളതാണ് കാരണം. എല്ലാ തരത്തിലും നമ്മൾ പിന്നെ സാധാരണ ജീവിതം വന്നു എന്ന് എല്ലാവരും വിചാരിക്കുമ്പം വ്യാപനം കൂടും മനസ്സിൽ. സാധാരണ ജീവിതം വന്നില്ല, നമ്മൾ റെസ്ട്രിക്ഷൻ വേണം എന്നെല്ലാവർക്കും മനസ്സിൽ തോന്നിയാൽ വ്യാപനം കുറയും. അതാണ് സംഭവം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും സംസ്ഥാനത്ത് ഒരിടത്തും ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതായി കണ്ടില്ല. എത്രയെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാവും? കോവിഡിൻ്റെ കേസുകൾ നമ്മൾ എന്നും പിന്നെ വലിയ ഇതുള്ള സമയത്തൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. പിന്നെ ആ സമയത്ത് നമുക്ക് TPR ഒക്കെ വളരെ കുറവായിരുന്നു ആ സമയത്ത് പൊതുവേ, എന്നുവെച്ചാൽ ഒരുവിധം കൺട്രോൾഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ എല്ലാവരും അല്പം റിലാക്സ്ഡ് ആയി എന്നുള്ളൊരു ഒരു ഫാക്റ്റാണ്. പക്ഷേ ഇപ്പം ഇത് കോവിഡ് എന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് സിറ്റുവേഷനാണ്, അത് നമ്മൾ മനസ്സിലാക്കാതെ പറ്റില്ല. കോവിഡ് എന്ന് പറഞ്ഞ ഒരു യുദ്ധം മാതിരിയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈറസിന് അതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്, അത് വളരെ പെട്ടെന്ന് അതിൻ്റെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ വൈറസിൻ്റെ സ്ട്രാറ്റജി മാറ്റുന്നതനുസരിച്ച് നമ്മളും വളരെ ഡൈനാമിക്കായിട്ടും നമ്മുടെ സ്ട്രാറ്റജി മാറ്റേണ്ടി വരും. അത് ഒരു പ്രദേശത്തെ ഈ കേരളം മുഴുവനും ഒറ്റ സ്ട്രാറ്റജി ആവണമെന്നുമില്ല. ചില ജില്ലകളിൽ കോവിഡ് റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ കോഴിക്കോടും ചില ജില്ലകളിലാണ് വളരെ കൂടുതൽ. അതുപോലെ ഒരു ജില്ലയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ചില പ്രദേശത്ത് കൂടുതലാണ്. അപ്പോൾ ഈ അങ്ങനെ ഒരു റീജിയൺ സ്പെസിഫിക് ആയിട്ട് കോവിഡിൻ്റെ സ്ട്രാറ്റജി മാറുന്നതനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അതിൻ്റെ കൗണ്ടർ സ്ട്രാറ്റജി പ്രയോഗിക്കേണ്ട രീതിയിലുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. എങ്കിലേ നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ല, ഇപ്പോൾ അടുത്ത 2 ആഴ്ചയുടെയാണ് നമ്മളെല്ലാം സംസാരിക്കുന്നു. ഈ എല്ലാ കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേക പ്രിപ്പറേഷൻസ് ഉണ്ടോ? കൗണ്ടിങ് ഏജന്റുമാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടോ? ജൂബിലിയേഷൻ, സത്യപ്രതിജ്ഞ, അത്തരം കാര്യങ്ങൾക്കൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മൾ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു? തീർച്ചയായിട്ടും അതൊക്കെ ചെയ്യും. കോവിഡിൻ്റെ സിറ്റുവേഷൻ നോക്കിയായിരിക്കും എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ അത് ഉണ്ടാവും അതാ സമയത്ത് തീർച്ചയായിട്ടും. അപ്പം ഇനി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, ഇനി നമുക്ക് ഇന്നത്തെ മീറ്റിംഗ് അല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ പ്രോട്ടോകോൾ അനുസരിച്ച് 10 ദിവസം കഴിഞ്ഞാണ് പോകുന്നത്. അത് ഇടയ്ക്ക് പോകാൻ പറ്റും. ആശുപത്രിയിൽ ഒരു പേഷ്യൻ്റ് നമ്മൾ ആദ്യം കൊടുത്തിരുന്ന 28 ദിവസമായിരുന്നു. ഇന്ത്യ അതിരിക്കട്ടെ അത് നിങ്ങൾക്ക് വളരെ അപ്പോൾ ഇപ്പം നമുക്ക് ഇത്രയും നമ്മൾ നല്ല സംവാദത്തിന് എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ ഇതിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്ന പോയിന്റ്, ഈ ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഈ ക്യാമ്പയിനിൽ
പ്ലീസ് ഈ ക്യാമ്പയിനിൽ നമുക്ക് ഈ 3 ടെസ്റ്റിംഗ്, വാക്സിനേഷൻ, എൻഫോഴ്സ്മെൻറ്റ് ക്യാമ്പയിൻ ഇത് ജനങ്ങളുടെ സഹകരണത്തോടെ നല്ല രീതിയിൽ നമുക്ക് നടത്തിയെടുത്ത് ഈ കോവിഡിനെ നമ്മൾ നിയന്ത്രണ വിധേയമാക്കാൻ അടുത്ത 10 ദിവസത്തിനകം ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും കോവിഡ് വാരിയേഴ്സായിട്ട് തന്നെ പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ യോഗം അവസാനിപ്പിക്കാം. നന്ദി.